ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡും മുട്ടയും ബീഫും കൊണ്ടൊരു അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു 4 മണി സ്നാക്സ് ആണിത്. ചായൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ കറിക്ക് ബാക്കി വന്ന ബീഫാണിത്. അതൊരു 4 പീസ് എടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക. ഇതേപോലെ പൊടിച്ചെടുക്കാം. ഇനി സോസ് പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഞാൻ ഇത് കറിക്ക് ബാക്കി വന്ന ബീഫ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ്. അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് വേവിച്ച് ബീഫാനും കുഴപ്പമില്ല, ചിക്കനായാലും കുഴപ്പമില്ല. ഇത് നന്നായി ഒന്ന് പൊരിച്ചെടുക്കണം. ബീഫാണ് ടേസ്റ്റ്. ഇതൊന്ന് ചെറുതായി ഒന്ന് കളർ മാറുമ്പോൾ ഇതൊരു സൈഡിലേക്ക് നീക്കി വെക്കാം. ബീഫ് ചെറുതായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ സൈഡിലേക്ക് നീക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ വെളുത്തുള്ളി ചെറുതായി ഇടുന്നത്, ഒരു ചെറിയ ഇഞ്ചി ചെറുതായി ഇടുന്നത്, ഒരു പച്ചമുളക് ചെറുതായി ഇടുന്നത് ചേർത്ത് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നതെന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി മതി. അതും ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുതായൊന്ന് വഴറ്റി വരുമ്പോൾ ഉള്ളി ഒന്ന് ചെറുതായൊന്ന് വഴറ്റി വരുമ്പോൾ ബീഫും മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കണം. അതിനുശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫ് ഒന്ന് നന്നായി ഒന്ന് മൊരിഞ്ഞ് വരണം. നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഉള്ളി ഉടയേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒന്ന് പച്ചമണം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് തീ ഓഫ് ചെയ്യാം. വേവിച്ച ബീഫ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വന്നാൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണിത്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നന്നായി തണുക്കാൻ വെക്കാം. ഞാൻ ഇവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്, 4 സ്ലൈസ് ബ്രെഡും ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ബ്രെഡാണ്. ചെറിയ ബ്രെഡാണെങ്കിൽ 5 സ്ലൈസ് ബ്രെഡ് എടുത്താൽ മതി. ഞാൻ ഇതിൻ്റെ അരികൊന്നും കളയുന്നില്ല. ഒരു മിക്സിയുടെ ജാറിലേക്ക് ബ്രെഡ് കൈകൊണ്ടൊന്ന് മുറിച്ചിടാം. ഇനി ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരല്പം ഉപ്പും ചേർത്ത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ചേർക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അരക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചെടുത്താൽ മതി. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു, അത് കാണിച്ചിട്ടില്ല. രണ്ട് ടേബിൾ സ്പൂൺ പാല് അധികമാണ്, അത്രയ്ക്ക് മതി. കൂടുതലായി പോകരുത്, ബാറ്റർ ലൂസായി പോകരുത്. ഇതേപോലെ അടിച്ചെടുക്കുക. ഞാനൊരു സോസ് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നേരത്തെ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും മുട്ടയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക്
മസാലകൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തീ ഓൺ ചെയ്യാം. ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഇത് ഒരു തക്കാളി സ്ലൈസ് ചെയ്തത് ഇതേപോലെ വെച്ച് കൊടുക്കുക. നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ച് ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മതിയാകും, പരന്ന പാത്രമല്ലേ, അതുകൊണ്ട് 10 മിനിറ്റ് മതിയാകും. ചെറിയ തീയിൽ വെച്ച് അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് ഇളകി വരും. ഇങ്ങനെ തട്ടുമ്പോൾ ഇങ്ങനെ ഇളകി വരും. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ ബീഫ് പോള റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ ഒരു കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റുമാണ്. മസാല അമർത്തി കൊടുത്തത് കൊണ്ട് മസാല ഒന്നും ഇളകിപ്പോവുകയില്ല. കണ്ടില്ലേ, നല്ല സോഫ്റ്റായ ബീഫ് പോളയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ